രാധേ രാധേ. ഒരിക്കലൊരു രാജാവ് തന്റെ രാജ്യത്തിലുള്ള എല്ലാ സന്യാസിമാർക്കും അന്നദാനം നടത്താൻ തീരുമാനിക്കും. അങ്ങനെ തന്റെ രാജ്യത്തിലുള്ള എല്ലാ സന്യാസിമാരെയും വിളിച്ചിട്ട് അവർക്ക് കെങ്കേമമായ ഭക്ഷണം കൊടുക്കും. ഈ സമയത്താണ് ആ കൊട്ടാരത്തിന്റെ മുകളിലുള്ള ആകാശത്തിലൂടെ ഒരു പരുന്ത് തന്റെ ഇരയായ ഒരു പാമ്പിനെയും പിടിച്ചുകൊണ്ട് കൊക്കിലൊതുക്കിക്കൊണ്ട് പോകുന്നത്. പരിച്ച പാമ്പാണ്. അപ്പോ ആ പാമ്പിന്റെ വായിൽ നിന്ന് വിഷം ഇങ്ങനെ താഴോട്ട് വീഴും. അപ്പൊ ഇവിടെ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ഭക്ഷണത്തിലാണ് ആ വിഷം വന്ന് വീഴുന്നത്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ആ ഭക്ഷണം ആരും അറിയുന്നില്ല ഇത്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഈ ഭക്ഷണം തന്നെയാണ് കുറച്ച് സന്യാസിമാർക്ക് കഴിക്കാനായിട്ട് കൊടുക്കുന്നത്. അവരത് കഴിക്കുന്ന ഉടനെ തന്നെ അപ്പൊ തന്നെ മരണമടയും. രാജാവിന് വല്ലാത്ത മനസ്താപവും സങ്കടവും. അയ്യോ, താൻ ഇവർക്ക് ഭക്ഷണം കൊടുത്തിട്ട് ഇവർക്ക് എന്താ പറ്റിയത്, ഇവരെന്താ മരിച്ചുപോയത് എന്നുള്ള ഒരു അവസ്ഥയിലാവും. അപ്പോ ഈ സമയത്ത് മുകളിൽ ആകാശത്ത് കാലൻ യമദേവൻ തന്റെ അക്കൗണ്ട് നോക്കുന്ന ചിത്രഗുപ്തനെ വിളിച്ചിട്ട് പറയും, ഈ പാപത്തിന്റെ ഫലം ഞാൻ ആർക്ക് കൊടുക്കണം? എനിക്കതൊരു കൺഫ്യൂഷൻ ആയിട്ടിരിക്കുകയാണ്. ഒരു കാര്യം ചെയ്യ്, നീ ഭൂമിയിലേക്ക് പോയിട്ട് ഇത് ആരാണ് ഇതിന് ഉത്തരവാദി, ഈ പാപത്തിന്റെ ഫലം ഞാൻ ആർക്ക് കൊടുക്കണം എന്ന് നോക്കിയിട്ട് വരാൻ പറയും. ഈ സമയം ചിത്രഗുപ്തൻ താഴെ ഭൂമിയിലേക്ക് എത്തും. പക്ഷെ ഇതിന്റെ ഫലം ആർക്കും കൊടുക്കാൻ പറ്റില്ല. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ രസം. കാരണം എന്താണെന്ന് വെച്ചാൽ ആ രാജാവ് നല്ലത് മാത്രം വിചാരിച്ചിട്ടാണ് ഈ സന്യാസിമാർക്കെല്ലാം ഭക്ഷണം കൊടുക്കുന്നത്. അപ്പൊ രാജാവിന്റെ ഭാഗത്ത് തെറ്റില്ല. അപ്പോ ഈ പരുന്തിന്റെ കാര്യം നോക്കുവാണെങ്കിൽ പരുന്ത് ഇരയെ പിടിച്ചുകൊണ്ട് പോവുകയാണ്. പരുന്തിന്റെ ഭാഗത്ത് തെറ്റില്ല. അപ്പൊ പാമ്പാണെങ്കിൽ ചത്ത പാമ്പാണ്. അപ്പൊ പാമ്പും തെറ്റുകാരനല്ല. പിന്നെ താഴെ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കൊട്ടാരത്തിലെ പാചകക്കാരാണെങ്കിൽ അവരിതൊന്നും അറിഞ്ഞിട്ടില്ല. അറിയാതെ തന്നെയാണ് സന്യാസിമാർക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുന്നത്. അപ്പൊ ആരും ഉത്തരവാദികളല്ല. ഇതിന് യഥാർത്ഥ ഉത്തരവാദി അല്ലെങ്കിൽ കർമ്മത്തിന്റെ ബലം, ഈ പാപത്തിന്റെ ബലം ആർക്ക് കൊടുക്കും? അങ്ങനെ ചിത്രഗുപ്തൻ അങ്ങനെ ഇരിക്കുന്ന സമയത്തേക്ക് കൊട്ടാരത്തിലേക്ക് വേറെ കുറച്ച് സന്യാസിമാർ അങ്ങോട്ടേക്ക് വരും. അപ്പൊ അവരൊരു സ്ത്രീയെ കാണും. എന്നിട്ട് ആ സ്ത്രീയോട് ചോദിക്കും, ഇവിടെയാണോ സന്യാസിമാർക്ക് ഭക്ഷണം കൊടുക്കുന്ന, അന്നദാനം കൊടുക്കുന്ന രാജാവ് ഉള്ളത് എന്ന് ചോദിക്കും. അപ്പൊ ഈ സ്ത്രീ പറയും, അതെ, പക്ഷെ ഒരു കാര്യമുണ്ട്, അദ്ദേഹം ഒരു കൊലപാതകിയാണ്, അദ്ദേഹം ഇപ്പോ സന്യാസിമാർക്കുള്ള ഭക്ഷണത്തിൽ വിഷം ചേർത്താണ് കൊടുക്കുന്നത് എന്ന് പറയും. ഈ സമയം ചിത്രഗുപ്തന് മനസ്സിലാവും ആ പാപത്തിന്റെ ബലം ഈ സ്ത്രീക്കാണ് കൊടുക്കേണ്ടതെന്ന്. കാരണം അവർ ഇല്ലാ കഥയാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ആരെക്കുറിച്ചും ഗോസിപ്പ് പറയാതിരിക്കുക. നമുക്ക് നമ്മളുടെ കാര്യം മാത്രം നോക്കി നമ്മൾ കഴിയുക. മറ്റുള്ളവർ ചെയ്തതോ ചെയ്യാത്തതോ ആയിക്കോട്ടെ, ഒരിക്കലും അത് പറയാതിരിക്കുക. പറഞ്ഞു കഴിഞ്ഞാൽ ആ പാപത്തിന്റെ ഫലം മുഴുവനായും നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും. രാധേ രാധേ.